ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പേപ്പറിലോട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ പെന്ന് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്ലൈൻ ഒന്ന് വരയ്ക്കുക. എൻ്റെ കയ്യിലുള്ളത് ഗ്ലിറ്റർ പെന്നാണ്. ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലിറ്റർ പെൻ അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ചിത്രം പിൻട്രസ്റ്റിൽ നിന്നാണ് നോക്കി വരച്ചിട്ടുള്ളത്. നമുക്കിത് മുഴുവനും ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് വരാം. ഔട്ട്ലൈനൊക്കെ കഴിഞ്ഞ് ഇനിയാണ് മെയിൻ പാർട്ട് ക്യൂട്ടാക്കാൻ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഇതിന് വേണ്ടത്. ക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാദ്യം ഓടി വരാം ഈ യെല്ലോ, പിങ്ക്, ഓറഞ്ച് അങ്ങനെയൊക്കെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം. ഫുള്ളൊന്ന് കളർ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് കളർ ചെയ്തിട്ട് കാണാം. നമ്മൾ ഫുൾ ഇതൊന്ന് കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വൈറ്റ് പോർഷൻ കുറച്ച് കാണുന്ന രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ തന്നെ കാണാൻ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഒക്കെ പിക്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. ഇനി പല ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് അവൈലബിൾ ആണ്. കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളത് ഇങ്ങനത്തെ അതിന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനെ വീതിയുള്ള സെലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ കമത്തി വെച്ചാണ്ട് സെലോ ടേപ്പിൽ വെക്കാം. അതിനുശേഷം നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മൾ ചുറ്റുമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഈ ഒരു പോർഷൻ നല്ല പാടാണ്, കാരണം സെലോ ടേപ്പ് നല്ല ഒട്ടിപ്പുള്ളത് കാരണം നമ്മൾ കത്രികയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കതൊന്ന് റൗണ്ടിലൊന്ന് ആ ഒരു ഷേപ്പിൽ വെട്ടിക്കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കർ റെഡിയായി. ഇങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ചുറ്റും ഒന്ന് അടിപൊളിയായി കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ബോർഡർ ഉണ്ടാക്കിയിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഒട്ടിക്കുന്നത്. ഡയറക്റ്റ്ലി പേപ്പറിലെടുത്ത് ഒട്ടിക്കരുത്, പിന്നെ അത് പറിച്ചെടുക്കുമ്പോൾ ആ പേപ്പറും കൂടെ പോരും. അപ്പോൾ സെലോ ടേപ്പ് ഒട്ടിച്ചൊരു പേപ്പറിലാണ് ഞാനത് ഒട്ടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം വർക്കിംഗ് ആണ്, അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.